കാണാൻ അടിപൊളിയായിട്ടുണ്ട്. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. വരുൺ, ഗിഫ്റ്റ് ആ ഭാഗത്താ വെക്കണ്ട. മുത്തശ്ശൻ എവിടെ? ഇവിടെ വെച്ചേക്ക്. ഏയ്, ഞാൻ വെറുതെ തമാശക്ക് ചെയ്തതല്ലേ. മുത്തശ്ശന്റെ ബർത്ത്ഡേ നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യണ്ടേ? എനിക്ക് വേണം. കേക്ക് എപ്പോഴാ വരിക? എനിക്ക് കേക്ക് വേണം. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. ഇന്ന് മുത്തശ്ശന്റെ ബർത്ത്ഡേ അല്ലേ? എന്തുമാത്രം ജോലികളാ ബാക്കിയുള്ളത്? പെട്ടെന്ന് പോയി ചെയ്ത് തീർക്കാൻ നോക്ക്. അപ്പൂപ്പൻ ഇപ്പൊ ഇവിടെ എത്താം. ആ ശരി ശരി, ഇപ്പൊ തന്നെ ചെയ്തേക്കാം. നിങ്ങൾ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നത് രംഗീല? ഞാൻ എന്റെ മാജിക് യൂസ് ചെയ്ത് എല്ലാ കാൻഡിൽസും കത്തിക്കാം. അന്തർ മന്തർ കാലിക്കൽ അന്തർ ചൂ. മൈരാവൊന്ന് നിൽക്ക്. വേണ്ട. മൈര, ഞാൻ ക്യാൻഡിലാണ് കത്തിക്കാൻ പറഞ്ഞത്. എന്നാൽ നീ എന്റെ പാന്റാ കത്തിച്ചിരിക്കുന്നേ. ഈ പ്രാവശ്യം ഞാൻ രക്ഷപ്പെട്ടു. താങ്ക് യു മുത്തശ്ശ. സോറി വരുൺ. സോറി രംഗീല. താങ്ക് യു മക്കളെ. രുദ്ര എവിടെയാ? വാവ്, ഇത്ര വലിയ കേക്കോ? കേക്ക് എത്തി കഴിഞ്ഞു. പക്ഷേ രുദ്ര എവിടെയാണ്? മുത്തശ്ശ വേഗം വന്ന് കാൻഡിൽ കത്തിക്കേ. രുദ്ര എത്തിക്കോളും. താങ്ക് യു രുദ്ര. കേക്ക് കട്ട് ചെയ്യും മുത്തശ്ശ. രുദ്ര പറഞ്ഞതല്ലേ നമ്മൾ 4 ദിക്കും നോക്കണമെന്ന്. അപ്പൂപ്പന്റെ ബർത്ത്ഡേ ദിവസം ആ ശാഖാലുണ്ടല്ലോ എന്തെങ്കിലും ഗുലുമാൽ ഒപ്പിക്കുന്ന തോന്നുന്നത്. അതുകൊണ്ട് നമ്മൾ അല്പം സൂക്ഷിക്കണം. സോഗ, സൺ സിറ്റിയിൽ എന്താണ് നടക്കുന്നത്? ജയ് സിംഗ് ചൗഹാന്റെ ജന്മദിനമാണ് ഇന്ന്. സൺ സിറ്റി ജനങ്ങൾ എല്ലാരും അത് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. ഷാഖാൾ, നീ അവനെ കണ്ടില്ലേ? ജയ് സിംഗ് ചൗഹാൻ, അവന്റെ ബർത്ത്ഡേ ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ ആഘോഷിക്കുകയാണ്. പക്ഷെ നിന്റെ കാര്യമുണ്ടല്ലോ ഷാഖാൾ, നിന്റെ ജന്മദിനം ആർക്കും ഓർമ്മ തന്നെയില്ല. നീ ജയ് സിംഗ് ചൗഹാനെ കണ്ടുപഠിക്ക്. അവൻ എല്ലാവരുടെ മനസ്സിലും സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. പക്ഷെ നിന്റെ കാര്യമോ ഷാഖാൾ, നിനക്ക് ആരുടെ മനസ്സിലും ഒരു സ്ഥാനവുമില്ലെന്ന് നീ തെളിയിച്ചിരിക്കുന്നു. എന്റെ മുന്നിൽ എന്റെ ശത്രുവിനെ അഭിനന്ദിക്കുകയാണല്ലേ? ഞാനാണ് മാജിക്, ഞാനാണ് മായാജാലം. എന്നെ കണ്ട് പേടിക്ക. ഞാനാണ് ഷകാൽ.
സപ്പോള, നീ എന്നെ പ്രശംസിച്ച് എന്തെങ്കിലും പറയ, അല്ലെങ്കിൽ നിന്നെയും ഞാൻ വവ്വാലാക്കി കളയും. ഓ ഷാക്കാൽ, നിന്നെ ഏത് തരത്തിലാ പ്രശംസിക്കേണ്ടത്? ഒരു കാര്യം വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങൾ അല്ല, അത് നിങ്ങള് അത് പിന്നെ ഷാക്കാൽ, നിങ്ങൾ എന്നെ ഒരു വവ്വാലാക്കി മാറ്റിയേക്ക്. നിങ്ങളെ പ്രശംസിക്കുന്ന കാര്യം എനിക്ക് സാധിക്കാത്തതാണ്. എന്താ പറഞ്ഞത്? നീയും വഞ്ചകനായി മാറിയിരിക്കുകയാണ്. ജയ്സിംഗ് ചൗഹാൻ, നീ എന്റെ ആളുകളുടെ ഹൃദയത്തിലും സ്ഥലം പിടിച്ചിരിക്കുകയാണ്. ഇല്ല, വിടില്ല ഞാൻ. ഇല്ല, എനിക്ക് നിന്നെ ഇപ്പോൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അഖീറ സഖീറ ഫയർ ബോൾസ് ക്രിയേറ്റോ. സോഗ, പിന്നെ സപ്പോള, നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയുന്നത് ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇതുപോലെ വവ്വാലുകളായി പറന്നുകൊണ്ടിരിക്കേണ്ടി വരും. സോഗയ്ക്ക് ഇതൊന്നും പറ്റില്ല. സോഗയ്ക്ക് ഇതൊന്നും പറ്റില്ല. ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പറക്കാൻ പറ്റുമോ? പറ്റില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത് ഷാക്കാൾ? ഷാക്കാൽ ഇത് അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് രുദ്രയെ പെട്ടെന്ന് അറിയിക്കണം. മാരോ വരുൺ, നിങ്ങൾ എല്ലാവർക്കും കേക്ക് കൊടുക്ക്. ഞങ്ങളിപ്പോ വന്നേക്കാം. രുദ്ര, നിന്റെ അപ്പൂപ്പന് എന്റെ ഭാഗത്ത് നിന്ന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേക്ക്. പിന്നെ അയാളോട് ഒരു കാര്യം കൂടി പറഞ്ഞേക്ക്, ഇത് അയാളുടെ അവസാന ബർത്ത്ഡേ ആയിരിക്കുമെന്ന്. അങ്ങോട്ട് നോക്ക് രുദ്ര, ഞാൻ അയച്ചിരിക്കുന്ന ബർത്ത്ഡേ ഗിഫ്റ്റുകൾ വരുന്നത് കണ്ടോ? ഇന്ന് നിനക്ക് പോലും അദ്ദേഹത്തെ രക്ഷിക്കാനാവില്ല. ഷാക്കാൽ, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഹിബൈസ്ക സിബൈസ്ക ഫയർ ബോൾ ക്രിയേറ്റോ. രുദ്ര, ഇവിടെ എന്താ പ്രശ്നം? ഇന്ന് നിങ്ങളുടെ ബർത്ത്ഡേ അല്ലേ? ആകാശത്ത് വെടിപൊട്ടിക്കാനുള്ള പ്ലാനിംഗ്. താങ്ക് യു രുദ്രമോനെ. കൊള്ളാം, നല്ല അടിപൊളി ഫയർ ബോക്സ്. അതെ, അടിപൊളിയായിട്ടുണ്ട്. എത്ര മനോഹരമായിരിക്കുന്നു. എന്തോ പ്രശ്നമുണ്ട്. ഈ പെയിന്റിങ്ങിന് വല്ലാത്ത ഭാരമാ. ഇതും പൊക്കിക്കൊണ്ട് പറക്കാൻ പറ്റില്ല. ഇതിനെല്ലാം കാരണം നീ ചെയ്ത തെറ്റാണ്. സപ്പോള റെഡിയാണോ? ശബ്ദമുണ്ടാക്കരുത്, മറ്റുള്ളവർ എഴുന്നേൽക്കാൻ ചാൻസ് ഉണ്ട്. വാ, നമുക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം. വൗ, ആകാശം കാണാൻ എത്ര മനോഹരമാണ്. വരൂ മുത്തശ്ശ, നമുക്ക് ചെന്ന് ഡിന്നർ കഴിക്കാം. ഡിന്നർ ഞാൻ ഇങ്ങോട്ട് വരുത്താൻ പോവാണ്. ഈ ഫയർ വർക്സ് ഒക്കെ കണ്ടോണ്ട് കഴിക്കൂ. ഷാഖാൽ, നീ പറഞ്ഞ ജോലി ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഞങ്ങളെ പഴയതുപോലെ മാറ്റ്. ഹോലാരെ ഹോല, ഞാനാണ് സപ്പോല. ഓ, ഞങ്ങൾക്ക് ഇനിയും ബാറ്റായിട്ട് ഇതിൽ കൂടുതൽ ജീവിക്കാൻ പറ്റില്ല. എനിക്ക് ഷാക്കാൽ, ഞങ്ങൾ സന്തോഷം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നീ ഒരു ഗുലുമാൽ ഒപ്പിക്കരുത്. ഒപ്പിച്ചാൽ നീ ഒരുപാട് വിഷമിക്കേണ്ടി വരും. മറക്കരുത്. നിന്റെ കഥ അവസാനിപ്പിക്കാതെ ഞാൻ വെറുതെ ഇരിക്കില്ല ജയ്സിംഗ്. മുത്തശ്ശ, ഹെൽപ്പ്! മുത്തശ്ശ, ഹെൽപ്പ്!
മുത്തശ്ശ മുത്തശ്ശ ഹെൽപ്പ് മുത്തശ്ശ. രുദ്ര, നീ എവിടെയാ ഉള്ളത്? രുദ്ര, രുദ്ര. അല്ല, ഇതെന്താ? ഈ പെയിന്റിംഗ് എവിടുന്നാ വന്നത്? മുത്തശ്ശ. രുദ്ര, നീ എങ്ങനെ പെയിന്റിങ്ങിനകത്തേക്ക് ചെന്നത്? മുത്തശ്ശ, വേഗം എന്നെ പുറത്തെടുക്ക്. എനിക്ക് പുറത്തേക്ക് വരണം. ഞാൻ നിങ്ങളുടെ ഗിഫ്റ്റ് നോക്കായിരുന്നു. ഇത് ചുമരിൽ ഫിക്സ് ചെയ്തു, എന്നിട്ട് കുടുങ്ങിപ്പോയി. ഇത് അടിച്ചതിയാണ്. മുത്തശ്ശ, എന്നെ ഒന്ന് വേഗം പുറത്തേക്ക് എടുക്കൂ. മുത്തശ്ശ. രുദ്ര, എന്താ ചെയ്യുന്ന? വിട്, വിട്. ഞാൻ മാജിക്, ഞാൻ മായാജാലം. എന്നെ കണ്ട് പേടിക്ക. ഞാനാണ് ഷക്കാ. ഹാപ്പി ബർത്ത്ഡേ ജയ്സിംഗ് ചൗഹാൻ. ഹാപ്പി ബർത്ത്ഡേ ജയ്സിംഗ് ചൗഹാൻ. മുത്തശ്ശ, മുത്തശ്ശ. എന്ത് പറ്റി രുദ്ര? ചേടാ, ഇത് വല്ലാത്ത പ്രശ്നമായല്ലോ. മുത്തശ്ശൻ നിലവിളിക്കുന്ന സൗണ്ട് ഞാൻ കേട്ടതാണ്. ആ, ഞാൻ ചെന്ന് അദ്ദേഹത്തിന്റെ റൂമൊന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. മുത്തശ്ശ, അദ്ദേഹം റൂമിനകത്ത് ഇല്ല. അല്ല, ഇതെന്താ? രുദ്ര, ഇവിടെ നോക്ക്. മുത്തശ്ശന്റെ ഒരു ഷൂ ഇവിടെ കിടപ്പുണ്ട്. ഒരു ഷൂ ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ രണ്ടാമത്തത് എവിടെയാ? മുത്തശ്ശന് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട്. രുദ്ര, ഇത് കണ്ടോ? പെയിന്റിങ്ങിന്റെ ഉള്ളിൽ മുത്തശ്ശന്റെ മറ്റൊരു ഷൂ കാണാൻ കഴിയുന്നു. ഏതാ ഈ പെയിന്റിംഗ്? എങ്ങനെ ഇവിടെ വന്നത്? മുത്തശ്ശന്റെ ഷൂ പെയിന്റിംഗിൽ എങ്ങനെ വന്നത്? ഇത് മാജിക്കൽ ആണ്. മുത്തശ്ശൻ കാണാതെ പോയതിനും ഇതിനും എന്തോ കണക്ഷൻ ഉണ്ട്. രുദ്ര, അപ്പൂപ്പനെ തേടുകയാണോ? അദ്ദേഹത്തെ നിനക്കിപ്പോ കണ്ടെത്താൻ പറ്റില്ല. കാരണം അദ്ദേഹം എന്റെ പെയിന്റിങ്ങിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ആരൊക്കെ ഞാൻ എന്റെ മാജിക്കൽ പെയിന്റിങ്സിൽ അറസ്റ്റ് ചെയ്ത് വെക്കുന്നുവോ അവന്റെ എല്ലാ മാജിക്കൽ പവേഴ്സും ടോട്ടലി അവസാനിച്ചിരിക്കും. രുദ്ര, തേടി കണ്ടെത്താൻ പറ്റുമെങ്കിൽ നിന്റെ അപ്പൂപ്പന് തേടി കണ്ടെത്തിക്കോ. ഇവിടെയുണ്ട് മാജിക്കൽ പെയിന്റിങ്ങിന്റെ ബുക്ക്. മാജിക്കൽ പെയിന്റിങ്സിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും ഇതിനകത്തുണ്ട്. താങ്ക് യു അലാസാ സർ. Ibaiska, Zibaiska, Sakum, Pushtum. Let's go. നിക്ക്, വേഗം അത് പിടിക്കാം. ജന്തർ മന്തർ കാലികളന്ത് മൈര, നീ പിടിക്കേണ്ടത് ബാറ്റിനെയാണ്, എന്നെയല്ല. ഈ സോകയ്ക്ക് ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഒന്നും പറ്റില്ല. നിന്നെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളത്തില്ല. ആ ബുക്ക് പോലും നിനക്ക് എടുത്തോണ്ട് വരാൻ പറ്റിയില്ല അല്ലേ? പ്രശ്നമൊന്നുമില്ല രുദ്ര, ആ ബുക്കിൽ നിന്നും നീ എന്ത് വേണമെങ്കിലും വായിച്ചോ. പക്ഷേ ജയ്സിംഗിനെ ഒരിക്കലും റിലീസ് ചെയ്യാൻ പറ്റില്ല. അഖീറ, സഖീറ, ബസൂക്ക, ഓ. ഈ ഒരു കാര്യം രുദ്രയ്ക്ക് പോലും അറിയില്ല. അവന്റെ അപ്പൂപ്പൻ ഏത് പെയിന്റിങ്ങിലാണ് കുടുങ്ങി കിടക്കുന്നതെന്ന കാര്യം അവൻ വരും, തീർച്ചയായും ഇങ്ങോട്ട് വരും. പക്ഷേ അവൻ ഇവിടെ ഒരു ഷോക്ക് കിട്ടും. ഷോക്ക്.
ചേടാ ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. ഇവിടെ 3 പെയിന്റിങ്സ് ആണല്ലോ ഇരിക്കുന്നത്. ഓഹോ, മുത്തശ്ശൻ ഇതിൽ ഏതിലാ ഇരിക്കുന്നത്? വന്നുവല്ലേ രുദ്ര? എനിക്കറിയാം നീ തീർച്ചയായും ഇങ്ങോട്ട് വരുമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ സംശയം വളരെ ശരിയാണ്. നിന്റെ അപ്പൂപ്പനൊരു പെയിന്റിങ്ങിനകത്താണ് ഇരിക്കുന്നത്. ഇപ്പോൾ അയാളുടെ കയ്യിൽ മാജിക് പവേഴ്സ് ഒന്നുമില്ല. അയാളിപ്പോൾ ശരിക്കും ഹെൽപ്ലെസ് ആണ്. പക്ഷെ നിനക്ക് അയാളെ സഹായിക്കാൻ അങ്ങോട്ട് ഇറങ്ങി പോകാനും പറ്റില്ല. ചേടാ ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. പെയിന്റിങ് അപ്രത്യക്ഷമായി പോയല്ലോ. എനിക്കറിയാം നീ എന്നെ അറ്റാക്ക് ചെയ്യുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരിട്ട് വരാത്തത്. ശരി, ഓക്കെ, ഒരു കടങ്കഥ ഞാൻ നിന്നോട് ചോദിക്കാം. ഈ കടങ്കഥ നീ സോൾവ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് നിന്റെ അപ്പൂപ്പന്റെ അടുത്ത് ചെന്നെത്താൻ പറ്റും. പക്ഷേ അത് ശരിക്കും അവിടെ ഇല്ല. ജീവനോടെ നടക്കും, പക്ഷേ അത് ജീവനോടെ അവിടെ ഇല്ല. നടക്കാൻ പറ്റും, പക്ഷേ പറക്കാൻ പറ്റില്ല. ഞാൻ എങ്ങനെയാണ് കടന്ന് അങ്ങോട്ട് പോകുന്നത് ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് എങ്ങനത്തെ കടങ്കഥയാ? ഇവിടുന്ന് പൊക്കോ, തേടി കണ്ടെത്ത. നിങ്ങളുടെ കയ്യിൽ നാളെ വൈകുന്നേരം വരെ മാത്രമേ സമയമുള്ളൂ. നാളെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് നിന്റെ അപ്പൂപ്പനെ തേടി കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരിക്കലും കണ്ടെത്താൻ പറ്റില്ല. വേഗം വരൂ. മാജിക്കൽ ബുക്കിൽ എഴുതിരുന്നത് ഈ പെയിന്റിങ്സ് മാജിക്കൽ മൗണ്ടെയിനിലാണ് സുരക്ഷിതമായി ഇരിക്കുമെന്ന്. പുറത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ ചില ദിവസങ്ങളിൽ തകർന്നു പോകുന്നു എഴുതിയിട്ടുണ്ട്. നമുക്ക് ആ മൗണ്ടൻ കണ്ടെത്തണം. പെയിന്റിംഗ് അവിടെ തന്നെ ഉണ്ടാവും. അവിടെ നോക്ക്, അതാണ് മാജിക്കൽ മൗണ്ടെയിൻ. ചേടാ ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. ഇതൊക്കെ കാണുമ്പോ തന്നെ എനിക്ക് പേടി തോന്നുന്നുണ്ട്. നമ്മൾ ഈ വാലിയുടെ അക്കരയ്ക്ക് എങ്ങനെയാ ചെല്ലുന്നത്? കോറ്റോഞ്ഞു വിഷുകയാണ്. നമുക്ക് പറന്ന് ഈ വാലി കടക്കാൻ കഴിയില്ല. ഷാക്കാളി കടങ്കഥയിൽ ഒരു കാര്യം പറഞ്ഞതാ, പോയേ പറ്റൂ, പക്ഷെ പറക്കാൻ പറ്റില്ല. അതിന്റെ അർത്ഥം നമ്മൾ നടന്നു തന്നെ പോകണം, പറക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എങ്ങനെ നടന്നു പോകുന്നത്? ഇവിടെ നടുക്ക് വാലിയാണല്ലോ. ആ കടങ്കഥയില് കാണാൻ പറ്റില്ല, പക്ഷെ അവിടെ ഒരു സാധനമുണ്ട്. കടന്നു പോയാലും നമുക്കൊന്നും അറിയില്ലെന്നല്ലേ പറഞ്ഞത്. കടന്നു പോകണമെന്ന് പറഞ്ഞാൽ ഏത് വഴിക്കാ ക്രോസ് ചെയ്ത് പോകുന്നത്? ഇവിടെ അതിന് നദിയൊന്നും ഇല്ലല്ലോ, പിന്നെന്തിനാ കിടക്കുന്നത്? നമുക്ക് ഈ വാലി ഒന്ന് കടന്നു പോകണം. കടങ്കഥയില് കാണാൻ പറ്റില്ല, പക്ഷെ അത് ഉണ്ടാവും പറഞ്ഞു. അങ്ങോട്ട് പോകാൻ ഒരു വഴി ഉണ്ടാവും, പക്ഷെ അത് കാണാൻ കഴിയില്ല. ഞാൻ അതൊന്ന് ടെസ്റ്റ് ചെയ്തേക്കാം. ചേടാ ഇതുപോലത്തെ പ്രശ്നമായല്ലോ. അവിടെ ഒരു വഴിയില്ലെന്നാ തോന്നുന്നേ. കണ്ടോ, എല്ലാ കല്ലും താഴെ ചെന്ന് വീണിട്ടുണ്ട്. ഒരു മിനിറ്റ്, കടങ്കഥ ഒന്ന് ശരിക്കും കേൾക്ക്. കാണാൻ പറ്റില്ല, പക്ഷെ അത് അവിടെ ഉണ്ടാവും. ജീവനോടെ ഇറങ്ങി ചെന്നാ ജീവനോടെ നമ്മൾ മുങ്ങിപ്പോവും. മനസ്സിലായില്ലേ? ജീവനോടെ നടന്നു പോയാൽ ജീവനോടെ നമ്മൾ അവിടെ മുങ്ങിപ്പോവും. അതായത് ജീവനോടെ എന്തൊക്കെയുണ്ടോ അതിന് ഈ വഴിയിലൂടെ പോവാൻ പറ്റും. അതായത് ജീവനില്ലാത്ത സാധനം, ഉദാഹരണത്തിന് കല്ല്, അത് മുങ്ങിപ്പോവും. കറക്റ്റ് ആണ് മൈറോ, നമുക്ക് പോവാൻ പറ്റും, പക്ഷേ കാണാൻ പറ്റില്ല. എന്നാലും അവിടെ തന്നെ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഏതൊരു തടാകം ഇവിടെ ഉണ്ടെന്ന്, പക്ഷെ കാണാൻ കഴിയില്ല. നമുക്ക് വിശ്വാസത്തോടെ മുന്നോട്ട് പോവാം. എന്ത് വിശ്വാസമോ? ആരെ വിശ്വസിക്കാനാ? ഇല്ല ഇല്ല, ഞാൻ ഒരു അടി പോലും മുന്നോട്ട് വെക്കില്ല. ഇല്ല, ഞാൻ പോവാണ്. മുത്തശ്ശനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്ത് റിസ്ക് എടുക്കാൻ തയ്യാറാണ്.
മുത്തശ്ശൻ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളല്ലേ എന്നെ പഠിപ്പിച്ചത്? ഫോക്കസ് ആൻഡ് ബിലീവ്. കാണാൻ പറ്റിയില്ലെങ്കിൽ അത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? പടങ്കഥയിൽ പറഞ്ഞത് സത്യമാണ്. ബ്രിഡ്ജുണ്ട്. എല്ലാരും എന്റെ പുറകെ വരൂ. കമോൺ. രംഗില, വേഗം മുന്നോട്ട് വാ. നോ, ഇല്ല ഇല്ല ഇല്ല. ഷാക്കാൽ, എന്തിനാണ് 3 പ്രാവശ്യമായിട്ട് ഇങ്ങനെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്? എടാ മരമണ്ട, ഒരു ഇമ്പാക്റ്റിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു പവർ ഉണ്ടാവും, പവർ. നിങ്ങൾ രണ്ടുപേരും മിണ്ടാതിരിക്കുക. രുദ്ര മാജിക്കൽ മൗണ്ടൻസിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അപ്പൂപ്പനെ ആ 3 പെയിന്റിങ്സിൽ നിന്നും തെരഞ്ഞു കണ്ടുപിടിക്കാനാകില്ല. ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ നിങ്ങൾ എന്തിനാ ഇത്രയൊക്കെ ടെൻഷൻ അടിക്കുന്നത്? കലത്തിലെ പാല് കുടിക്കാൻ പൂച്ച ശ്രമിക്കുന്നത് സ്വാഭാവികമല്ലേ? കലം ഉടച്ചിട്ടാണെങ്കിലും കുടിക്കുമെന്നാ പറയുക. പൂച്ച പറഞ്ഞെന്ന് വെച്ച് കലം ഉടയൂ. മനസ്സിലായോ? നീ എന്നെ പൂച്ചയെന്ന് വിളിക്കുകയാണോടാ സോഗ? ഷാക്കോളിനെ ഇനിയും കളിയാക്ക്. സക്കീറ സക്കീറ ബസൂക്ക കാക്കോ. ചേടാ, ഇതുപോലത്തെ പ്രശ്നമായല്ലോ. തിരിഞ്ഞോടിക്കോ, ബ്രിഡ്ജ് ക്രാക്ക് ആകുകയാണ്. പിന്നോട്ടല്ല മുന്നോട്ടോടണം. വേഗം ഓടിക്കോ. അത് ശരി, ഇതിന്റെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. Bas ka. കൊള്ളാം കൊള്ളാം, എത്ര ധൈര്യമുള്ളവരാ അവര്, അല്ലേ ഷാക്കോൾ? ഇനിയെങ്കിലും നീ നന്ദിയുള്ളവനായിരിക്കുക. നായ്ക്കൾ എപ്പോഴും യജമാനനോട് വിശ്വാസമുള്ളവനായിരിക്കണം. അതാണ് ആ ഗുഹ. നമ്മൾ വേഗം ചെല്ലണം. നമ്മളുടെ കയ്യിൽ അധികം സമയമില്ല. ചേടാ, ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. ഇവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും പെയിന്റിങ്സ് ആണല്ലോ. ശരിക്കുള്ള പെയിന്റിങ്സ് നമ്മൾ എങ്ങനെ കണ്ടെത്തുന്നത്? 3 പെയിന്റിങ്സ് അവിടെയുണ്ട്. ഈ 3-ൽ ഏതോ ഒന്നിലാണ് മുത്തശ്ശനുള്ളത്. അപ്പൂപ്പൻ ഒരിക്കലും പുറത്തേക്ക് വരില്ല. ഞാൻ ആരെ അതിനകത്ത് അറസ്റ്റ് ചെയ്തു വെക്കുന്നുവോ അവന്റെ മാജിക് പവേഴ്സ് ടോട്ടൽ നശിച്ചു പോയിരിക്കും. നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം വെക്കുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഷക്കാൽ, മുത്തശ്ശനിൽ നിന്നും ഞാൻ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്. ആത്മവിശ്വാസം. എനിക്ക് ഇതുവരെ എത്തിച്ചേരാൻ പറ്റുമെങ്കിൽ മുത്തശ്ശനെയും എനിക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും.
തേട് തേട്, വൈകുന്നേരം വരെ നിനക്ക് സമയമുണ്ട്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്റെ അപ്പൂപ്പന്റെ ജീവിതം അവസാനിച്ചു. ഷാക്കാൽ നമ്മളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു പെയിന്റിങ്ങിനെ 3 ആക്കി മാറ്റിയിരിക്കുകയാണ്. രുദ്ര, നടുക്കുള്ള പെയിന്റിംഗ് നോക്കിക്കേ. അതിന്റെ 2 സൈഡും ബ്ലാക്ക് ട്രാങ്ക്, പിന്നെ മൾട്ടി കളറിൽ പൂക്കളുള്ള വലിയ ട്രീസ് ഉണ്ട്. പിന്നെ നടുക്കുള്ള പെയിന്റിങ്ങിലെ ട്രീസും പുറകിലെ പെയിന്റിങ്ങിലെ ട്രീ പോലെ തന്നെ ഉണ്ട്. അതും പകുതി. എന്ന് വെച്ചാൽ അതിനെന്താ അർത്ഥം? അതായത് അങ്ങനെയാണെങ്കിൽ ഒരു ഓഫ് ട്രീയിൽ നിന്നും മറ്റൊരു ഓഫ് ട്രീയിലേക്ക് നമുക്ക് പോവാൻ കഴിയും. അതായത് ഒരു പെയിന്റിങ്ങിൽ നിന്നും മറ്റൊരു പെയിന്റിങ്ങിലേക്ക്. പക്ഷെ നമ്മൾ എങ്ങനെ അകത്തേക്ക് പോവാ? ഇത് ചുമറ്റിൽ ഒട്ടിച്ചിരിക്കുക. ഒന്ന് അലോട്ട് ആയിരിക്കണം. ഓർത്തു നോക്കൂ, ലൈബ്രറിയിലെ ബുക്കിൽ നമ്മൾ എന്താ വായിച്ചത്? മാജിക്കൽ പെയിന്റിംഗ് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ അപ്പോൾ ആരെങ്കിലും മാജിക്കൽ പെയിന്റിങ്ങിന്റെ അകത്ത് അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ആയ ആളുടെ മാജിക്കൽ പവർ അവസാനിച്ചു പോകും. പക്ഷെ ഒരാൾ സ്വയം അകത്തേക്ക് പോവുകയാണെങ്കിൽ അവരുടെ മാജിക്കൽ പവർ അവരുടെ അടുത്ത് തന്നെ ഉണ്ടാവും. പെയിന്റിങ്ങിനകത്ത് എങ്ങനെയാ പോകുന്നത്? അതിന് പെയിന്റിംഗ് ചില സെക്കൻഡ് ലൈവ് ആകണം. നദി ഒഴുകാൻ തുടങ്ങും. മൃഗങ്ങൾ ജീവനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാലിഞ്ഞു നടക്കും. പിന്നെ ആ കാട് റിയലായി മാറും. പെയിന്റിങ്ങിന്റെ അകത്ത് ഒരാൾ പോയി കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ച് അത് പെയിന്റിംഗ് അല്ല, അവനെ സംബന്ധിച്ച് അതൊരു കാട് തന്നെയായിരിക്കും. ശരിക്കുള്ള കാട്. ഇപ്പോഴത്തെ ചോദ്യം എന്താന്ന് വെച്ചാൽ ഈ പെയിന്റിംഗ് എപ്പോഴാ ലൈവ് ആകാം? രുദ്ര, എന്നെ രക്ഷിക്കൂ. രുദ്ര, വേഗത്തിൽ എന്നെ ഒന്ന് പുറത്തേക്ക് ഇറക്ക്. എന്നെ വലിച്ചിറക്കൂ. ഞാൻ മാജിക്, ഞാൻ മായാജാലം. ഇതൊക്കെ ചീറ്റിംഗ് ആണ്. രുദ്ര, റംഗീല, അതെല്ലാം ഷാക്കാലിന്റെ ചതിയാണ്. ഞാൻ ഇവിടെ തന്നെയുണ്ട്. എന്നെ പുറത്തിറക്ക്. വേഗം വേഗം ആവട്ടെ. ഞാൻ പുറത്ത് വന്നിട്ട് അവനെ വകവരുത്തുന്നുണ്ട്. മുത്തശ്ശ, ഷാക്കാൽ മായനെയും വരണയും അകത്തേക്ക് വലിച്ചു കൊണ്ടുപോയിരിക്കാണ്. നിന്നെയും ഞാനിപ്പോൾ അകത്തേക്ക് കൊണ്ടുപോവുകയാണ്. പെയിന്റിംഗ് ഇപ്പോൾ ലൈവാണ്. ഇപ്പൊ ഞാൻ സ്വയം അകത്തേക്ക് പോയാൽ എന്റെ മാജിക്കൽ പവേഴ്സ് എന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. ഷാക്കാൽ എന്നെ വലിച്ച് അകത്തേക്ക് കൊണ്ടുപോയാൽ എന്റെ പവേഴ്സ് നശിക്കും. ഇല്ല ഇല്ല, രുദ്ര അതിനകത്തേക്ക് സ്വയം ഇറങ്ങിപ്പോയിരിക്കുകയാണ്. അവൻ വലിയ ബുദ്ധിശാലിയാണ്. അവൻ അപ്പൂപ്പന്റെ കൈ പിടിച്ച് വലിച്ചതേയില്ല. നിങ്ങൾ മാത്രമോ ഇങ്ങനെ എന്തൊക്കെ പ്ലാനാ ചെയ്യുന്നത്? പക്ഷെ ആ രുദ്രയാണ് എല്ലാം കുളവാക്കുന്നത്. നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ പറയുന്നല്ലാതെ ഒന്നും നടക്കുന്നില്ല. പക്ഷെ അവനോ ഒന്നും സംസാരിക്കാതെ വലിയ വലിയ കാര്യങ്ങൾ നേടുന്നു, അല്ലേ? ഒരു അക്ഷരം മിണ്ടി പോകരുത്. നിങ്ങൾ വെറുതെ ഓരോന്ന് രുദ്രയ്ക്ക് ഈ പെയിന്റിങ്സിനകത്ത് ജയ്സിംഗിനെ ഒരിക്കലും കണ്ടെത്താനാകില്ല. അവൻ ഏത് പെയിന്റിങ്സിൽ പോയാലും അതിൽ ജയ്സിംഗ് ഇല്ലെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. ഇപ്പൊ ജയ്സിംഗ്, രുദ്ര, മറ്റുള്ളവരെല്ലാവരും എന്റെ കസ്റ്റഡിയിലാണുള്ളത്. നാളെ സൺ സിറ്റി എനിക്ക് സ്വന്തമായി തീരും. എനിക്ക് ജനങ്ങൾ പറയാറുണ്ട് ടുമോറോ നെവേഴ്സ് കം. ഇപ്പൊ നീ മിണ്ടാതിരുന്ന് ഫിലിം കണ്ടുകൊണ്ടിരിക്കുക. രുദ്ര എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്ക്. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആരെങ്കിലും ഉണ്ടോ? റംഗീല, ഞാൻ ഇവിടെ തന്നെയുണ്ട്. രുദ്ര,
ഭാഗ്യത്തിനാ നീ എവിടെ എത്തിയത്? രുദ്ര, നീ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇനി നമ്മള് മുത്തശ്ശനെ എവിടെ തിരയുന്നത്? രംഗീല, മുത്തശ്ശനെ ഒന്ന് വിളിക്ക്. മുത്തശ്ശ, 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 മുത്തശ്ശ. ഓ, ഓടിക്കോ രംഗീല. അല്ല, ഇനിയിപ്പൊ ഞാനെങ്ങനെ പറക്കുന്നേ? രംഗീല, വേഗം അതിൽ കയറിയിരിക്ക. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. വേഗം ഒന്ന് പറപ്പിക്ക് രുദ്ര, പറപ്പിക്ക്. രംഗീല, ഓടിക്കോ രുദ്ര, ഓട് ഓട്. ഇന്ന് നിന്നെ ആർക്കും രക്ഷിക്കാൻ പറ്റില്ല. ഓട് ഓട്. ബോർഡറിൽ അവിടെ ഒരു മരം നിൽക്കുന്നത് കണ്ടോ? കണ്ണിലത് ഓഫ് ട്രീ ആണ്. നല്ലോണം വലിച്ചു പിടിക്ക. അവന്റെ എന്തൊരു ഐഡിയ! രുദ്ര വളരെ ബ്രില്യന്റ് ആണ് അല്ലേ ഷാക്കോൾ? വരുൺ, മൈറ, മുത്തശ്ശൻ എവിടെയാന്ന് അറിയില്ല. ആരെയും കാണാൻ പറ്റുന്നില്ല. ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ. രുദ്ര, ഞങ്ങൾ ഇവിടെയുണ്ട്. രുദ്ര, അത് വരുണിന്റെ ശബ്ദമാണ്. എന്നെ വിട്. വിടാനല്ല പറഞ്ഞത്. ഞങ്ങൾ എത്തിക്കഴിഞ്ഞു വരുൺ. ചേടാ, ഇതുപോലത്തെ പ്രശ്നമായല്ലോ. എന്താ ഇവിടെ നടക്കുന്നത്? രുദ്ര, താങ്ക് ഗോഡ് നീ എത്തി. രുദ്ര എന്നെ ഹെൽപ്പ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അല്ലെങ്കിൽ ആ ബേറിൽ നിന്ന് അവരെ രക്ഷിച്ചേനെ. നീ എന്നെ സഹായിക്കണ്ട മൈറ. നീ ഒരു പ്രാവശ്യം സഹായിച്ചതിലാ എനിക്ക് ഈ ഗതി വന്നത്. ഇത്രയും വലിയ കാട്ടിൽ നമ്മൾ മുത്തശ്ശനെ എങ്ങനെയാ തേടി കണ്ടെത്തുക? ഓഹോ, ഈ ഹണിബീസ് എവിടുന്നാ വന്നത്? നമ്മുടെ മാജിക്കൽ പവേഴ്സ് ഒന്നും വർക്ക്ഔട്ട് ആവുന്നില്ല. മൈറ, ഈ ഹണിബി എന്നെ ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതെന്തൊരു ശല്യമാ. നീ പേടിക്കല്ലേ വരുൺ, ഞാൻ ഇപ്പൊ തന്നെ അതിന് വക വരുത്താം. മൈറ, നീ എന്റെ കഥ കഴിച്ചേ മതിയാവുള്ളൂ അല്ലേ? നീ ഷക്കാലിനെ സഹായിക്കുകയാണോ?
ആരാ എന്റെ മേലത്ത് ഇങ്ങനെ നക്കുന്നത്? ഞാനല്ലേ നോക്കുന്നത്, നീ തന്നെ നോക്ക്. ഈ കരടിയെ ഞാനങ്ങാൻ പോലും സമ്മതിക്കുന്നില്ല. കൊറേ നേരായിട്ട് എന്നെ ഇങ്ങനെ നക്കി നക്കി കൊല്ലാണേ. രുദ്ര, നിന്റെ കയ്യിൽ മാത്രം എങ്ങനെ മാജിക് പവർ ഉള്ളത്? ഞങ്ങളുടെ മാജിക് പവേഴ്സ് വർക്ക് ആവുന്നില്ല. ഞാൻ സ്വയം പെയിന്റിന്റെ അകത്ത് വന്നതാ. ശക്കലല്ല ഇതിനകത്ത് കൊണ്ടുവന്നത്. രുദ്ര, മേളിലോട്ട് നോക്ക്. വരുൺ ഇങ്ങോട്ട് പോയത്? ഞാൻ ഇവിടെ കുടുങ്ങിയിരിക്കുക. എന്നെ വീട്. എന്നെ വെച്ച് എന്തിനാ റേസ് കളിക്കുന്നത്? രുദ്ര, ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിവിടെ മൊത്തം അന്വേഷിച്ചു കഴിഞ്ഞു. മുത്തശ്ശൻ ഇവിടെ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് പെയിന്റിംഗിൽ കാണും. ഇല്ല ഇല്ല ഇല്ല. ഇപ്പൊ നീ എന്തിനാടാ 3 പ്രാവശ്യം നിലവിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്തവണ ഷാക്കോൾ അത് പറഞ്ഞില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? നമ്മുടെ മുമ്പിൽ വെച്ച് അങ്ങനെ പറയണമെന്ന് അദ്ദേഹം ആലോചിച്ചതായിരിക്കും, അതുകൊണ്ടാ ഞാൻ പറഞ്ഞേ. ഇത് കണ്ടോ, മുത്തശ്ശന്റെ ഷൂ. മുത്തശ്ശൻ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കാണും. ഞാനിവിടെ ഉണ്ട്. രുദ്ര, രുദ്ര, നീ തീർച്ചയായിട്ടും വരുമെന്ന് എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു. പക്ഷെ നിന്റെ കയ്യിൽ എങ്ങനെയാ മാജിക് പവേഴ്സ് ഉള്ളത്? എന്റെ മാജിക് പവർ ഒക്കെ എന്റെ കൈവിട്ട് പോയി. കാരണം ഞാൻ സ്വയം ഈ പെയിന്റിന്റെ അകത്ത് വന്നതാ. ഷക്കലിനെ അറസ്റ്റ് ചെയ്തതല്ല. രുദ്ര, ചേടാ ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. അങ്ങോട്ട് നോക്ക്. മുത്തശ്ശൻ നമ്മളിപ്പോ ഇവിടുന്ന് പോയേ പറ്റൂ.
ഇനി ഈ കളി കാണാൻ നല്ല രസമായിരിക്കും. ആ കാണുന്ന മുതലുകളിൽ രുദ്രയുടെ മാജിക്കൽ പവേഴ്സ് ഒന്നും വർക്കൗട്ട് ആവില്ല. രുദ്രയ്ക്ക് അതിന് കൊല്ലാനും ആവില്ല. രുദ്ര, രക്ഷിക്കണേ. വേഗം പോ. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇനിയിപ്പോ പെയിന്റിങ്ങിൽ നിന്ന് എങ്ങനെയാ നമ്മൾ പുറത്തേക്ക് പോകുന്നത്? അത് നമുക്കറിയില്ല. ആ, എന്നാ പിന്നെ സൂര്യൻ അസ്തമിക്കുമ്പോ നമ്മുടെ കഥ തീരുമെന്നാ തോന്നുന്നേ. ആ, ഏയ്. നമ്മുടെ കഥ തീർന്നു എന്നാ തോന്നുന്നേ. രുദ്ര, നീ പെയിന്റിങ്ങിനകത്തേക്ക് വന്നില്ലേ? അപ്പൊ പെയിന്റിംഗ് എവിടെയായിരുന്നു? മാജിക്കൽ മൗണ്ടനിലുള്ള കേവിലായിരുന്നു. കടങ്കഥയുടെ ഉത്തരം കടങ്കഥയിൽ തന്നെ ഉണ്ടായിരിക്കും. അതിന്റെ അർത്ഥം പുറത്തേക്ക് പോകാനുള്ള വഴി ആ കേവിനകത്ത് തന്നെ ഉണ്ടെന്നാണോ? അതെ, ശരിയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ക്രോക്കഡൈൽ ഗോൾ കീപ്പറായി അവിടെ ഇരിക്കുകയായിരുന്നു. രുദ്ര, സൂര്യൻ അസ്തമിക്കാറായി. ഷാക്കാൽ, ഞാൻ നിന്റെ കൂടെ ഒരിക്കലും ഏറ്റുമുട്ടാൻ ശ്രമിച്ചതല്ല. നീ കോൾ സിറ്റിയിൽ സുരക്ഷിതമായിരുന്നു. ഞാൻ എന്റെ സൺ സിറ്റിയിൽ ഇരുന്നോളാം. പക്ഷെ ഇനി നീ പറഞ്ഞതുപോലെ കേട്ടില്ലെങ്കിൽ അത് ശരിയായിന്ന് വരില്ല. ഞാൻ മാജിക്, ഞാൻ മായാജാലം. ഷാക്കാലിനെ വകവരുത്തുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. ബൈ ബൈ, ഞാൻ വീണ്ടും വരും. സോഗ, നീ ചെന്ന് ഫൈറ്റ് ചെയ്യ. ഞാനിതിൽ കുടുങ്ങിയ എന്നെ ഇതിൽ നിന്ന് പുറത്തേക്ക് അതൊന്നും പറ്റില്ല. മുങ്ങിക്കളയാം. താങ്ക് യു രുദ്ര. നീ ഉള്ളതുവരെ ഞാൻ ഒന്നിനും വിഷമിക്കേണ്ട കാര്യമില്ല. പെയിന്റിങ്ങിനകത്തുള്ളപ്പോഴും എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു നീ തീർച്ചയായിട്ടും വരുമെന്ന്.